ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ദേ ഞങ്ങൾ ബസ്സിൽ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ എങ്ങോട്ടുമല്ല, ഷേഖ് സെയ്ദ് ഫെസ്റ്റിവൽ കാണാനാണ് പോകുന്നത്. അൽവത്ബയിലാണ് കേട്ടോ ഈ ഷേഖ് സെയ്ദ് ഫെസ്റ്റിവൽ വരുന്നത്. നമ്മൾ പോകുന്നത് ബസ്സിനാണ്. നമുക്ക് എല്ലാ ദിവസവും വൈകിട്ട് 3 PM അബുദാബി ബസ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബസ്സുണ്ട്. എവറി 20 minutes കൂടുമ്പോൾ അവർ ബസ് സർവീസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തിരിച്ച് ഇങ്ങോട്ടേക്കും ബസ്സുണ്ട്. ശരിക്കും ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് 4 PM 4 PM ടു മിഡ് നൈറ്റ് 12 AM വരെയാണ് ഈ പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ ഇത് ആ കാണുന്നതാണ് കേട്ടോ, ആ കൊട്ടാരം പോലെ കാണുന്നതാണ് ഷേഖ് സെയ്ദ് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം. അപ്പോൾ നമ്മളവരുടെ ബസ് അവരുടെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ കൊണ്ടിറക്കുന്നത്. ടാക്സിയും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വരാം. അപ്പം ഞങ്ങൾ എത്തിയപ്പോൾ ഒരു 5:30 ആയി കേട്ടോ. ഇത് നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറാണ്. ഇത് മെഷീനിൽ വെറുതെ കാർഡ് കാണിച്ച് നമുക്ക് പേ ചെയ്താൽ മതി. വേറെ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. അവിടെ ഇങ്ങനെ കുറേ മെഷീൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്നതൊരു 5:30, 6 o'clock സമയമായതുകൊണ്ട് തന്നെ ഡേ വ്യൂ ഉണ്ട്, നൈറ്റ് വ്യൂ ഉണ്ട്. അപ്പോൾ ഞാനിത് പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ബിക്കോസ് ഇതൊരു ലോങ് വീഡിയോ ആണ്, അതുകൊണ്ട് ഞാൻ പാർട്ടായിട്ടായിരിക്കും കാണിക്കുക. ടിക്കറ്റ് എടുത്തതിന് ശേഷം മെൻസും വുമൻസിനും സെപ്പറേറ്റ് എൻട്രി ആണ്. പിന്നെ അവർ ചെക്ക് ചെയ്യും, നമ്മുടെ ലഗേജസ് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇൻസൈഡിലേക്ക് വിടുക. പിന്നെ നമ്മുടെ അബുദാബിനെ അപേക്ഷിച്ച് ഇവിടേക്ക് നല്ല തണുപ്പുണ്ട് കേട്ടോ. റൈറ്റ് സൈഡിലായിട്ട് ബേബി സ്ട്രോളേഴ്സും കാറും ഒക്കെ കൊടുത്തിട്ടുണ്ട്, സെയിം ലൈക്ക് ഗ്ലോബൽ വില്ലേജ്. നമുക്ക് വേണമെങ്കിൽ അത് എടുക്കാം. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കൂടുതലും ബ്യൂട്ടിഫുൾ നൈറ്റ് ടൈം ആണ്. അപ്പോൾ ഞാൻ ഡേ വ്യൂ എങ്ങനെയാണെന്നും കൂടി ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് നൈറ്റ് വ്യൂ കാണിച്ചു തരാം. ഇതിനുള്ളിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഗ്ലോബൽ വില്ലേജിൻ്റെ പോലെ തന്നെ ചെറിയൊരു പതിപ്പാണ്, ഒരു മിനി വേർഷൻ എന്നൊക്കെ പറയാം. പക്ഷേ അത്രയ്ക്ക് പൗലിയനൊന്നും ഇതിൻ്റെ അകത്തില്ല, കുറച്ചേ ഉള്ളൂ. അതുപോലെ തന്നെ ദേ ഇവിടെ ബലൂണൊക്കെ ഒടിച്ച് ചെല്ലുമ്പോൾ തന്നെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ കുട്ടികളുടെ പ്ലേ ഏരിയസ് ആണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കുട്ടികളെ ഇതിലേക്ക് കയറ്റി കളിപ്പിക്കാം. പക്ഷേ ഇതിന് ഓരോന്നിനും സെപ്പറേറ്റ് ചാർജസ് വരുന്നുണ്ട്. അത് അവരവിടെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനും എത്രയാ ചാർജ് വരിക, 23 AD 20 AD അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിലിവിടെ കൊടുത്തിട്ടുണ്ട്.
ഇതൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ പ്ലേസസ് ആണ് കേട്ടോ. കൂടുതൽ ഇൻസ്റ്റാഗ്രാം ഷോർട്സൊക്കെ എടുക്കാനായിട്ട് പറ്റിയ പ്ലേസസൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഇതുണ്ട് റോഡ് ഓഫ് ചൈന. ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാം. നല്ല ഫോട്ടോ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. ബാക്കി കാഴ്ചകൾ ഇനി ഫുഡ് കഴിച്ചിട്ടാവാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടുത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഇരിക്കുകയാണ്. ബേക്കിൻ്റെ ചിക്കൻ. ഞങ്ങൾ എവിടെ പോയാലും ഈ ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് കേട്ടോ ഈ ബ്രോസ്റ്റഡ് ചിക്കൻസ് ഒക്കെ വാങ്ങിക്കുന്നത്. ഇവരുടെ നല്ലതാണ്, നല്ല സൂപ്പർ ടേസ്റ്റിയാണ്, നല്ല ഫ്രഷ് ചിക്കനും ആയിരിക്കും. അങ്ങനെ നിച്ചുവിനാണെങ്കിൽ ട്രെയിനിൽ കയറണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ട്രെയിനിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഈ ട്രെയിൻ സഫാരി 15 ദിർഹംസ് ആണ് വരുന്നത് പെർ പേഴ്സണ്. പിന്നെ അവർ നമ്മൾ ആ ഏരിയ ഫുള്ള് കാണിക്കും കേട്ടോ. ഫ്രണ്ടും ബാക്കും ഇൻസൈഡും എല്ലാം നമുക്ക് കാണാൻ പറ്റും. നല്ല വേർത്താണ്. പിന്നെ ഇത് ട്രെയിനിൽ പോകുന്നതുകൊണ്ട് ചിലപ്പോൾ ഷെയ്ക്ക് ആവുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. കാരണം നല്ല കുലുക്കം ഉണ്ടായിരുന്നു. ട്രെയിൻ സഫാരി കൊണ്ട് നമുക്ക് എല്ലാം വ്യൂവും കാണാൻ പറ്റും കേട്ടോ. ഇവിടുത്തെ ഒരു മിനി സൂ ഒക്കെ ഉണ്ട്. ഇതിലേക്ക് നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിലൊക്കെ എൻട്രി ഫീ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ആൾക്കാരുടെയൊക്കെ ആയിട്ട് സ്റ്റേജ് ഷോസൊക്കെ നടക്കുന്നതാണ്. ഇതിപ്പോൾ അവരുടെ ഡാൻസാണെന്ന് തോന്നുന്നു. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡാൻസുകളൊക്കെയാണ് നടക്കുന്നത്. ഇതൊക്കെ ഇവരുടെ കൾച്ചറൽ ഡാൻസാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ തൽക്കാലത്തേക്ക് ബൈ ബൈ. ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിലും നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ